ജോർജ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ കടന്നു വരികയാണ്. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിയും തൊഴുകൈകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ സ്വന്തം ശ്രീ സ്റ്റീഫൻ ജോർജ് ഇതാ കടന്നു വരുന്നു. നിങ്ങളുടെ കൊച്ചനുജൻ ശ്രീ സ്റ്റീഫൻ ജോർജ് കടന്നു വരുന്നു. സത്യസന്ധനായ ശ്രീ സ്റ്റീഫൻ ജോർജ് കടന്നു വരികയാണ്. അടിമതിയുടെ കറപുരളാത്ത കരങ്ങളാൽ അനുഗ്രഹീതനായ ശ്രീ സ്റ്റീഫൻ ജോർജ് കടന്നു വരികയാണ്. കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ സ്റ്റീഫൻ ജോർജ് കടന്നു വരികയാണ്. ഈ നാടിന്റെ പ്രിയപുത്രൻ കടന്നു വരുന്നു. ഉഴവൂരിന്റെ ദത്തുപുത്രൻ കടന്നു വരികയാണ്. എളിയവനായ തന്നെ സീലിംഗ് പാൽ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ സിന്ധു ജേക്കബിനോടൊപ്പം നിങ്ങളുടെ ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഏതാണ്ട് 45 വർഷക്കാലം നമ്മുടെ MLA ആയും മന്ത്രിയുമായും എല്ലാം നിന്ന് ഉഴുവൂരിനോടും അണി സാറ് അതിനുശേഷം ഇതായിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമ്മളൊന്ന് ഓർക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രിയപ്പെട്ട കടന്നു വരുന്നു. വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം മുഖ്യമന്ത്രിയായപ്പോൾ അവരെ പ്രധാനമന്ത്രി തോമസ് ഐസക് കടന്നു വന്നപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് ഖജനാവിന്റെ ചോർച്ച അടയ്ക്കുകയാണ് ചെയ്തത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പും 5 വർഷത്തിന് ശേഷവും പ്രത്യേകിച്ചിരുന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജ് നെടുമ്പാറയിലുള്ള തന്റെ വോട്ടർമാരെ കാണുവാൻ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയത്തിൽ ചേർന്നിരിക്കുകയാണ്. സ്റ്റീഫൻ ജോർജ് കടന്നു വന്നിരിക്കുന്നു. ഈ നാട്ടിലെ തന്നെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കാണുവാൻ വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനായി നിങ്ങളുടെ സ്വന്തം ശ്രീ സ്റ്റീഫൻ കടന്നു വന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ തന്നെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കാണുവാൻ വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. നിക്ഷേപിക്കപ്പെട്ട നീതിയുടെ പ്രതീകം സ്റ്റീഫൻ ജോർജ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ കടന്നു വരികയാണ്. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിയും തൊഴുകൈകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന്റെ പൗരാവലി നൽകുന്ന സ്നേഹനിർഭരമായ വിദ്യാഭ്യാസവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിലേക്ക് കടന്നു വന്നു. സ്വാർത്ഥമായ ജനജീവനം മാത്രം കൈമുതലായുള്ള സത്യസന്ധനായ വിനയാന്വിതനായ നിഷ്കളങ്കനായ ശ്രീ സ്റ്റീഫൻ ജോർജ് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിസ്വാർത്ഥമായ ജനസേവനം മാത്രം കൈമുതലായുള്ള കഴിഞ്ഞ 33 വർഷക്കാലത്തെ തന്റെ പൊതുപ്രവർത്തന ജീവിതം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ച ശ്രീ സ്റ്റീഫൻ ജോർജ് കടന്നു വന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കാണുവാൻ വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. നിക്ഷേപിക്കപ്പെട്ട നീതിയുടെ പ്രതീകം സ്റ്റീഫൻ ജോർജ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ കടന്നു വരികയാണ്. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിയും തൊഴുകൈകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന്റെ പൗരാവലി നൽകുന്ന സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ സ്റ്റീഫൻ ജോർജ് നിങ്ങളോട് സംസാരിക്കും. നിസ്വാർത്ഥമായ ജനസേവനത്തിന്റെ പ്രതീകമായ സത്യസന്ധനായ വിനയാന്വിതനായ നിഷ്കളങ്കനായ ശ്രീ സ്റ്റീഫൻ ജോർജ് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. എളിയവനായ തന്നെ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കുളിർമയുടെയും എല്ലാം അടയാളമായ സീലിംഗ് പാൽ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നാടിന്റെ നായകൻ ശ്രീ സ്റ്റീഫൻ ജോർജ് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ശ്രീ സ്റ്റീഫൻ ജോർജിനെ കേരള നിയമസഭയുടെ ഇടത്തലങ്ങളിലേക്ക് അറിയിച്ച് ഈ നാടിന് ബാക്കിയായ സമഗ്ര വികസനം അഭ്യർത്ഥിക്കുന്നു.
ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഒരു അല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ സ്റ്റീഫൻ ജോർജിന്റെ സ്വീകരണമാണ്. സ്വീകരണം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഹാരാർപ്പണം നടത്തുവാൻ അഭ്യർത്ഥന ഹാരാർപ്പണം നടത്തുകയാണ്. ഈ നാടിന്റെ പൗരാവലി നൽകുന്ന സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ സ്റ്റീഫൻ ജോർജ് നിങ്ങളോട് സംസാരിക്കും. നിസ്വാർത്ഥമായ ജനസേവനത്തിന്റെ പ്രതീകമായ സത്യസന്ധനായ വിനയാണ്ട് നിക്ഷേപിക്കപ്പെട്ട നീതിയുടെ പ്രതീകം സ്റ്റീഫൻ ജോർജ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഒരു അല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ കടന്നു വരികയാണ്. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിയും തൊഴുകൈകളുമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ അഭിമാനത്തോടുകൂടി നാടിന് സമർപ്പിക്കുന്ന ഈ നാടിന്റെ പൗരാവലി നൽകുന്ന സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ സ്റ്റീഫൻ ജോർജ് നിങ്ങളോട് സംസാരിക്കും. നിസ്വാർത്ഥമായ നെടുമ്പാറ നിവാസികൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജ് സംസാരിക്കും. നെടുമ്പാറിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ മാസം 13-ാം തീയതി നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എളിയവനായ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സീലിംഗ് ഫാനിന്റെ ആളത്തിൽ നിങ്ങൾ വലിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സഹോദരിമാർ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്വീകരണത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് നിരവധിയായ വികസന പ്രവർത്തനം നമുക്ക് നടപ്പാക്കാനുണ്ടെന്ന് നമുക്കറിയാം. ഈ റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് എളിയവനായ എൻ്റെ പങ്ക് ഈ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഈ പ്രദേശവുമായി വൈകാരികമായി ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. ഉഴവൂർ സെന്റ് സ്റ്റീവൻസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഈ പ്രദേശത്ത് പല ആളുകളുമായി വ്യക്തികളുമായി ബന്ധമുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നോടൊപ്പം പഠിച്ച നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തികളുമായി പണ്ട് മുതലേ അറിവുള്ളതാണ്. കഴിഞ്ഞ 33 വർഷക്കാലഘട്ടത്തെ എൻ്റെ പൊതുപ്രവർത്തനം സത്യസന്ധവും നിഷ്കളങ്കവുമാണ്. നാളെയും സത്യസന്ധമായ പൊതുപ്രവർത്തനം അനുസൃതം തുടരാൻ നിങ്ങൾ എവിടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ നെടുമ്പാറ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഈ നാടിൻ്റെ പ്രിയപുത്രൻ, ഇവിടുത്തുകാരനായ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്ന പ്രതീതി നിങ്ങൾക്കുണ്ടാവണം. അത്രയേറെ ബന്ധം എനിക്ക് പ്രദേശവുമായി ഉണ്ട്. ആ നിലയിൽ ഈ മണ്ണിന്റെ പുത്രനായ എന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് വളരെ വിജ്ഞാനിതനായി താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലാളികളും കർഷക തൊഴിലാളികളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമെല്ലാം ആഗ്രഹിക്കുന്ന അവരുടെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി നിയമസഭയിൽ ആ സ്പന്ദനങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ എളിയവനായ എൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണം എൻ്റെ മനസ്സിന്റെ മണിച്ചപ്പിൽ എന്നും ഒരു മുത്തായി ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യം അവസാനിപ്പിക്കുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സീലിംഗ് ഫാനിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. നമസ്കാരം.